സെബാസ്റ്റ്യനും ഇയാളുടെ സുഹൃത്തും ചേർന്നാണ് കൊലപാതകം നടത്തിയെന്ന ചില സൂചനകൾ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ തനിച്ചാണോ കൊലപാതകം നടത്തിയത്? അതിനുശേഷം ഈ മൃതദേഹം മറവ് ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ടാകും. എന്താണ് സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയത്? ടോമ, ഈ കേസിനകത്ത് ഇനിയും വളരെ നിർണായകമായ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അന്വേഷണം സംഘം അത് വളരെ അതീവ രഹസ്യമായി തന്നെ അവർ അത് സൂക്ഷിക്കുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ കോൺഫിഡൻസ് ഉണ്ട് ഈ കേസുകൾ തെളിയിക്കാൻ കഴിയുമെന്നുള്ളത്. സെബാസ്റ്റ്യനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് ഈ വെപ്പൻസ്, അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഡിസ്പോസ് ചെയ്തതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും പള്ളിപ്പുറത്തെ വീടും അതല്ലാത്ത ഇടങ്ങളിലും ഈ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം, ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഈ അസ്ഥികൾ കണ്ടെത്തുന്നത് കഴിഞ്ഞ ജൂലൈ 24-നാണ്. ആ ജൂലൈ 24 കൂടിയാണ് ബിന്ദു പത്മനാഭൻ അടക്കമുള്ള കടക്കരപ്പള്ളി സ്വദേശിനിയുടെ സംഭവങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. എന്നാൽ ബിന്ദു 2006 മുതൽ മിസ്സിംഗ് ആണ് എന്നുള്ളതും 2006 മുതൽ ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ആ 2006 ശേഷം 2017-ലാണ് ഇതിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നൽകുന്ന കേസ് പരാതി എന്ന് പറയുന്നത് സ്വത്ത് തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു ഭൂമാഫിയ ഇടപെടൽ നടത്തി സ്വത്ത് തട്ടിയെടുത്തു, തന്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു നൽകുന്നത്. അതിന്മേൽ പിന്നീട് FIR വീഴുന്നതടക്കം, അതായത് ഈ 2017-ലേക്ക് വരുമ്പോൾ 2013-ലെ ബിന്ദുവിന്റെ ഭൂമി വിറ്റ്, ബിന്ദുവിന്റെ 3 ഏക്കറോളം വരുന്ന ഇടപ്പള്ളിയിലടക്കമുള്ള ഭൂമി വിറ്റ് സമ്പന്നനാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അയാൾ പുറമെ ഇതൊന്നും കാണിക്കില്ലെങ്കിലും അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ അന്വേഷണ സംഘത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യന് മേൽ FIR വീഴാൻ 60 ദിവസം വേണ്ടി വന്നു പട്ടണക്കാട് പോലീസിന് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ AG ലാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നപ്പോൾ 6.5 മാസം വേണ്ടി വന്നു സെബാസ്റ്റ്യനെ പിടിക്കേണ്ടി. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ വളരെ ട്രെയിൻഡ് ആയിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്ക് ഈ കേസിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും കാലം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കാര്യക്ഷമമായ അന്വേഷണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളുടെ തിരോധാനം എല്ലാം ഇവർ അൺഡിക്റ്റഡ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ കേസുകൾ അൺഡിക്റ്റഡ് ആയി എഴുതിത്തള്ളുന്നതിനപ്പുറത്തേക്ക് മറ്റ് ഡെവലപ്മെന്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജൈനമ്മ കേസിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി കോട്ടയത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അന്വേഷണ സംഘം, അവരങ്ങനെ തന്നെ നമ്മൾ പറയണം, അവർ സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. ആ കോട്ടയം ടീമിന്റെ ഒരു എഫേർട്ടും അതിനോട് അങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയപ്പോൾ, തുടക്കം മുതൽ ഒരു കേസിൽ പിടിവള്ളി കിട്ടിയപ്പോഴാണ് അതിനോട് പിടിച്ചു കയറാൻ ആലപ്പുഴ ടീമിനും ആയത്. ഇതൊരു സംയുക്ത അന്വേഷണമാണ്, ഒരിക്കലും ഒരു വ്യത്യസ്ത ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമല്ല, മറിച്ച് സംയുക്തമായ ഒരു ടീമാണ് കേരള പോലീസിന്റെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കോട്ടയവും ആലപ്പുഴയും, ഇപ്പോൾ ആലുവ കൂത്താട്ടുകുളത്തെ കേസുമായി ബന്ധപ്പെട്ട് ആലുവ ക്രൈംബ്രാഞ്ചും ഒക്കെയായി ചേർന്ന് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ളത് സെബാസ്റ്റ്യന് ഈ കൊലപാതകം നടത്താൻ മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നു എന്ന കാര്യം അറിയണം. അതോടൊപ്പം മറ്റ് 3 കൊലക്കേസുകൾ, സിന്ധു എന്ന ബിന്ദു, ഐഷ, ഇതോടൊപ്പം കോതമംഗലം സ്വദേശിനിയായ കൂത്താട്ടുകുളം സ്വദേശിനിയായ വീട്ടമ്മ, ഈ 3 സ്ത്രീകളുടെ കൊലപാതക കേസിലും സത്യം തെളിയേണ്ടതുണ്ട്, തിരോധാനത്തിൽ സത്യം തെളിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ? സെബാസ്റ്റ്യൻ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഹോപ്പ്ഫുൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക ഐഷ തിരോധാന കേസിലും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഐഷ എന്ന സ്ത്രീയുടെ 2013 മെയ്യിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2012 മെയ്യിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് അൺഡിക്റ്റഡ് എന്ന് ചേർത്തല പോലീസ് എഴുതി തള്ളിയ ഒരു കേസാണ്. ന്യൂസ് 18 വാർത്താ സംഘത്തിന് ഇതിനകത്ത് കൃത്യമായ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. അതായത് ഐഷ എന്ന സ്ത്രീയുടെ കൊലപാതകത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് ആദ്യം പുറം ലോകത്തോട്
വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. അതിനുശേഷം നമ്മൾ ആ ജാഗ്രതയോടുകൂടി തന്നെ ആ ഒരു സംഭവത്തെ പിന്തുടർന്നു. സെബാസ്റ്റ്യൻ എന്നത് അത്തരത്തിൽ ഒരു സാധാരണ 1-2 കുറ്റകൃത്യത്തിൽ ഒതുങ്ങുന്ന ഒരാളല്ല. അയാൾക്കൊരു സീരിയൽ കില്ലർ എന്നൊരു പരിവേഷത്തിലേക്ക് സെബാസ്റ്റ്യൻ എത്തുന്നത് നമ്മളുടെ ആ ഐഷയുടെ കേസ് പുറത്തു വരുന്നതോടു കൂടിയാണ്. അതായത് റോസമ്മ എന്ന വ്യക്തി, സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മ എന്ന വ്യക്തി നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തൽ, സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായി പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പോയ ഐഷയാണ് മരണപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടു എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. ഇവർ 3 പേരും കോമൺ സുഹൃത്തുക്കളായിരുന്നു. ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് ഇവരുടെ തന്നെ അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന മുൻ റിട്ടയർഡ് അധ്യാപികയും നമ്മളോട് സ്ഥിരീകരിച്ചു. അക്കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. കൂടുതൽ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത് എലിസബത്ത് ജേക്കബിന്റെ വാക്കുകളിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അവരെയും സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ മുൻ റിട്ടയർഡ് അധ്യാപികയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായി. ആ ഒരു നിർണായകമായ, അതായത് റോസമ്മ പറയുന്ന കാര്യങ്ങൾ പലതും വിരുദ്ധതയുണ്ട്, അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. പിന്നാലെ അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും റോസമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ആ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ കേസിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് ആ കേസ് അന്വേഷിക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി അവർ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഐഷ പോയത് റോസമ്മയുടെ നിർദ്ദേശാനുസരണം കാണാതായ ദിവസം പള്ളിപ്പുറത്തെ വീട്ടിൽ ഐഷ എത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് വരെ, കണ്ടെത്തലിലേക്ക് വരെ പോലീസ് എത്തി നിൽക്കുന്നു. ഈ കേസിനകത്ത് പ്രധാനമായും ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലാണ് അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഐഷ കേസിൽ നിർണായകമായ കണ്ടെത്തലുകൾ ഈ കസ്റ്റഡി കാലയളവിൽ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴുള്ള ഓരോ സമയവും ഈ പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ അവർ ഈ കാര്യത്തിനകത്ത് ഒന്നും കണ്ടെത്തലില്ല എന്ന് പറയുന്നതായി നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഈ അടുത്ത ദിവസങ്ങൾ സെബാസ്റ്റ്യന് കിട്ടിയ സമയം മുതൽ തന്നെ പലയിടങ്ങളിലായി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. അതീവ രഹസ്യമായി അത് വെക്കുന്നു. സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് പോകും. വേളാങ്കണ്ണിയും കുടകും അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകും. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കുടകിലെ വളമായി ബിന്ദു പത്മനാഭൻ മാറി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ണൂരിൽ നിന്നും ബിന്ദു പത്മനാഭനെ കാണാതായ സമയത്ത് ഇവിടെ എത്തിയ ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ അറസ്റ്റിലായ സമയത്ത് സെബാസ്റ്റ്യനെ സഹായിക്കാനായി കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയ സംഘം വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ കുടകടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം പോകും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും സെബാസ്റ്റ്യനെ സഹായിക്കാനായി ഇവിടെ എത്തിയത് ആരാണ് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. 2 പതിറ്റാണ്ട് മുൻപ്, ഏകദേശം ഒരു 19 വർഷം മുൻപാണ് ബിന്ദു പത്മനാഭന്റെ കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തെളിവ് നശിപ്പിച്ച സ്ഥലങ്ങൾ, അതായത് മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങൾ കണ്ടെത്തുക വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. പോലീസിന്, ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കാരണം ഇത് കൃത്യമായും എവിടെയാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കിയിട്ടുണ്ടോ? മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത് വലിയൊരു നിഗൂഢത തുറക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അന്വേഷണ സംഘം അതിന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറം ലോകത്തേക്ക് എത്തും. വീണ്ടും എന്തായാലും കസ്റ്റഡി കാലാവധിക്ക് വേണ്ടി 30-ാം തീയതിയോടുകൂടി കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഇവിടെ ചേർത്തല കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സെബാസ്റ്റ്യനെ. അതിനുള്ളിൽ ഇയാൾ മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്തതടക്കമുള്ള ക്രൂരമായ രീതിയിലാണ് അയാൾ പലതും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് സൂചനകൾ ലഭിക്കുന്നു. അതിക്രൂരമായ രീതിയിൽ മൃതദേഹത്തെ നിന്ദിക്കുന്ന രീതിയിലാണ് അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന അടക്കമുള്ള വിവരങ്ങളുടെ സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇത്തരത്തിൽ ആ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ജൈനമ്മയുടേത് മാത്രമാണോ എന്നുള്ള ചോദ്യം ഉയർന്നിൽക്കുന്നു. അങ്ങനെ അല്ല എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ മറ്റൊരിടത്താണ് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. പള്ളിപ്പുറത്തെ വീട് ഏറ്റവും ഒടുവിലായി അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പള്ളിപ്പുറത്തെ വീടല്ല പ്രധാന കേന്ദ്രം, അവിടെ ഒരു കേന്ദ്രമാണ്. പല കേന്ദ്രങ്ങൾ സെബാസ്റ്റ്യനുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ടോം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഇതൊരു ലാൻഡ് മാഫിയയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ന്യൂസ് 18 വരുന്ന ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തൊക്കെ ഭൂമി ഇടപാടുകൾ, ആരൊക്കെ സഹായങ്ങൾ, ഏതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു മാഫിയയ്ക്കൊപ്പം നിന്നു എന്നതടക്കമുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരും. ഈ ബിന്ദു പത്മനാഭൻ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനത്തിന് പിന്നിൽ ഭൂമാഫിയയുടെ കൂടി ഇടപെടൽ ഉണ്ട് എന്നുള്ളത് ന്യൂസ് 18 ഒരു പക്ഷേ നമ്മൾ ആ ജൂലൈ 24 മുതൽ ഈ ഒരു കേസിന്റെ പുറകെ തന്നെയാണ്. അത്തരത്തിൽ ഈ സ്ത്രീകൾ നമുക്ക് അതിനകത്ത് കൃത്യമായി പറയേണ്ടത് കാണാതാക്കപ്പെട്ട സ്ത്രീകൾ, നിരാലംബരായ സ്ത്രീകൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, അവരാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ളത്. അവരുടെ ശബ്ദമായി എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ലാൻഡ് മാഫിയ എന്നുള്ളത് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടും തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടും സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നത്. ബിന്ദുവിനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ശരണി സൂചിപ്പിച്ചതുപോലെ വളരെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ സ്ത്രീകളെ ചൂഷണം ചെയ്ത് സൗഹൃദം സ്ഥാപിച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുക, അതിസമ്മർദ്ദമായി ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുക, അങ്ങനെ അതീവ ബുദ്ധിമാനായ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് പിടിവീഴുന്നത്. അതോടെയാണ് മറ്റ് തിരോധാന കേസുകളിലും മറ്റ് കൊലപാതക കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന കാര്യം വ്യക്തമാകുന്നത്.